അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ തുടർന്നാലോ. ഇവിടെ ബാവലിപ്പുഴയുടെ തീരത്തുള്ള കല്ലുകൾ തമ്മിൽ ഉരച്ചാൽ ചന്ദനം കിട്ടുമെന്നാണ് വിശ്വാസം. കേട്ടുകേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളും അവിടെ ചെന്ന് ഇതേപോലെ 2 കല്ലെടുത്ത് ഉരച്ച് നോക്കി. സംഭവം സത്യമാണ് കേട്ടോ. നമുക്ക് ചന്ദനം കിട്ടി. നല്ല മണമുള്ള ചന്ദനം. നമ്മളതെല്ലാം നെറ്റിയിൽ തൊട്ടു. ഇതേ കല്ലുകൾ തന്നെ നമ്മൾ വീട്ടിൽ പോയിട്ട് ഉരച്ച് നോക്കിയാൽ ചന്ദനം കിട്ടില്ല. അതെല്ലാം ഓരോ ഐതിഹ്യങ്ങൾ. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇക്കരെ ക്ഷേത്രത്തിലോട്ട് പോവുകയാണ്. നല്ല തിരക്കുള്ള ദിവസമായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുട്ടിയുള്ളതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല മഴയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. മഴ കൊണ്ട് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ തൊഴണം എന്നാണ് പറയപ്പെടുന്നത്. ഞങ്ങൾക്ക് എന്തായാലും നല്ല മഴയും കൊണ്ട് തൊഴാനുള്ള ഭാഗ്യം കിട്ടി. അങ്ങനെ അവിടുന്ന് തൊഴുത് നമ്മൾ നേരെ പോകുന്നത് ഇക്കരെ ക്ഷേത്രത്തിലോട്ടാണ്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരുപാട് കടകളുണ്ട്. ഒരുപാട് നേരം ലൈനിൽ നിന്ന് ക്യൂ നിന്ന് തൊഴുതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത്യാവശ്യം വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചിട്ട് പോകാമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. അങ്ങനെ പോകുന്ന വഴിക്ക് 1-2 സാധനം വാങ്ങിയും പിന്നെ കുറച്ച് ഭക്ഷണവും കഴിച്ചും ചായയൊക്കെ കുടിച്ച് അങ്ങനെയാണ് ഞങ്ങൾ ഇക്കരെ കൊട്ടിയൂർ തൊഴാൻ പോയത്. ഇക്കരെ കൊട്ടിയൂർ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അക്കരെ കൊട്ടിയൂരിൽ ഉത്സവം നടക്കുന്ന സമയത്ത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇക്കരെ കൊട്ടിയൂരിൽ ചടങ്ങുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവാറില്ല. അവിടെ എപ്പോഴും ആ ക്ഷേത്രം അടച്ചിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ പോയി. പഴംപൊരിയും ചായയും കാപ്പിയും എല്ലാം കുടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നേരെ ഇക്കരെ കൊട്ടിയൂരിലോട്ട് പോയത്. പോകുന്ന വഴിക്ക് ശംഖുവിന് ഒരു സെറ്റ് കരിവളയും വാങ്ങിയിട്ടാണ് പോയത്. അല്ലാണ്ട് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും അവിടെ നിന്ന് വാങ്ങാനുണ്ടായിരുന്നില്ല. അങ്ങനെ ഇക്കരെ കൊട്ടിയൂരിലെത്തി അവിടെ ദേവിയെയും കണ്ട് തൊഴുത് അങ്ങനെ ഞങ്ങൾ മടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. അവിടെ എത്തിയപ്പോൾ മഴയൊന്ന് ചെറുതായിട്ട് ശമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കായതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ 2 ക്ഷേത്രത്തിലെയും ദർശനങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് തിരിച്ചു പോവുകയാണ്. ശംഖുവിനെ കണ്ടില്ലേ? ഇതായിരുന്നു ശംഖുവിൻ്റെ ഇന്നത്തെ കോസ്റ്റ്യൂം. എൻ്റെ അച്ഛൻ അമ്മയും ആദ്യമായിട്ടാണ് കൊട്ടിയൂർ ക്ഷേത്രം സന്ദർശിക്കുന്നത്. വർഷത്തിൽ ഒരു തവണ മാത്രമാണ് ആ മണിത്തറയിൽ കയറി തൊഴാൻ പാടുള്ളൂ എന്നാണ് വിശ്വാസം. ഒരിക്കൽ പോയ ആൾക്കാർ രണ്ടാമത് പോകാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ കൊട്ടിയൂർ ഉത്സവത്തിലെ ഏറ്റവും വലിയ കൗതുകമാണ് കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഓടപ്പൂക്കൾ. ഭൃഗുമുനിയുടെ വെളുത്ത താടിയെയാണ് ഓടപ്പൂക്കൾ ഓർമ്മിപ്പിക്കുന്നത്. തൊഴുതു മടങ്ങുന്ന ഭക്തർ ഓടപ്പൂക്കളും വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നു. ഒരു വർഷം അത് വീട്ടിൽ തൂക്കിയിടും. അതുപോലെ തന്നെ ഞങ്ങളും ഓടപ്പൂക്കളും വാങ്ങിയിട്ട് കൊട്ടിയൂരിലെ സന്ദർശനം കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോവുകയാണ്.